ഇന്നലെ ഞാൻ ചാണ്ടി ഉമ്മൻ ശബരിമലയിൽ ദർശനം നടത്തിയ വാർത്ത ചെയ്തപ്പോൾ അതിനെ വിമർശിച്ച് പലരും രംഗത്ത് വന്നു. ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ചവരാണ് 90% പേരും. എതിർക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ. മറ്റൊരാൾ ശബരിമലയിൽ പോയി ദർശനം നടത്തുന്നത് പോലെയല്ല ചാണ്ടി ഉമ്മൻ പോകുന്നത്. ശബരിമലയിൽ ആർക്കും പോകാം. തത്വമസി എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് പോലും. ചാണ്ടി ഉമ്മൻ ഒരു സത്യക്രിസ്ത്യാനിയും മലങ്കര സഭാംഗവും പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആൾ കൂടി ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ കമന്റ് ബോക്സിൽ എന്റെ സുഹൃത്ത് ജോൺസൺ എബ്രഹാം ഒരു അഭിപ്രായം പങ്കുവച്ചത് ശ്രദ്ധേയമാണ്. ജോൺസൺ എബ്രഹാം വളരെ ആഴത്തിൽ സഭാചട്ടങ്ങളും നിയമങ്ങളും ശുശ്രൂഷകളും ഒക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 934 ഭരണഘടനയുടെ 4-ാം വകുപ്പ് പ്രകാരം പറയുന്നത് വിശുദ്ധ മാമോദീസ കൈക്കൊണ്ടവരും വിശുദ്ധ തൃത്വത്തിന്റെ ദൈവത്വം, പുത്രന്റെ മനുഷ്യാവതാരം, പരിശുദ്ധാത്മാവിന്റെ പുറപ്പാട്, വിശുദ്ധ സഭ എന്നിവയിലും അതിൽ നിക്യ വിശ്വാസ പ്രമാണത്തിന്റെ ഉപയോഗം, വിശുദ്ധ പാരമ്പര്യങ്ങളുടെ ദൈവനിശ്വാസം, ദൈവമാതാവിന്റെയും ശുദ്ധിമാന്മാരുടെയും മധ്യസ്ഥത, മരിച്ചവരുടെ ഓർമ്മ, 7 കൂദാശകളുടെ കർമ്മങ്ങൾ, നോമ്പ് മുതലായി നിയമാനുസരണമുള്ള അനുഷ്ഠാനങ്ങൾ എന്നിവയിലും വിശ്വാസമുള്ളവരും അവയെ അനുഷ്ഠിക്കേണ്ട ബാധ്യത സ്വീകരിച്ചിട്ടുള്ളവരുമായ എല്ലാ സ്ത്രീ പുരുഷന്മാരും ഈ സഭയിലെ അംഗങ്ങൾ ആയിരിക്കുന്നതാകുന്നു. ഇവ പരസ്യമായി ലംഘിക്കുന്നുവെന്ന് കണ്ടാൽ ആ വ്യക്തി സ്വയം ഈ സഭയ്ക്ക് വെളിയിലായിരിക്കുന്നു. ഇതിന്റെ ഒരു ഭാഗമാണ് 10 കൽപ്പനകൾ. ആ 10 കൽപ്പനകളിൽ 1ഉം 2ഉമാണ് ചാണ്ടി ഉമ്മൻ തെറ്റിച്ചത്. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. ഈ കൽപ്പന സത്യദൈവത്തെ അല്ലാതെ മറ്റേതെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നതിന് എതിരെ ഉള്ളതാണ്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെ പ്രതിമ അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. ഇത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്. 934 ഭരണഘടനയുടെ വകുപ്പ് 115 അനുസരിച്ച് ഒരു അയ്മേനിക്കെതിരെയുള്ള പരാതി ഇടവക മെത്രാപ്പോലീത്തയുടെ അടുക്കൽ കൊണ്ടുവരേണ്ടതാകുന്നു. മാനേജിംഗ് കമ്മിറ്റിക്കോ പൊതുയോഗത്തിനോ വികാരിക്കോ ആ വ്യക്തിയുടെ മേൽ ശിക്ഷണ നടപടിയെടുക്കാൻ അവകാശമില്ല. എന്നാൽ ഈ സംഗതി എത്രയും വേഗം ഇടവക മെത്രാപ്പോലീത്തയുടെ സന്നിധിയിൽ എത്തിക്കുക എന്നത് ഇവരുടെ ചുമതലയാണ്. വകുപ്പ് 116 അനുസരിച്ച് മെത്രാപ്പോലിത്ത പരാതി മെത്രാസന കൗൺസിലിൽ കൊണ്ടുവരേണ്ടതും ഇരു കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്ത് തെളിവുകൾ വാങ്ങി വാദം കേട്ട ശേഷം കൗൺസിലിലെ അംഗങ്ങളുടെ ആലോചനയോടുകൂടി തീരുമാനം ചെയ്യേണ്ടതാണ്. വിശ്വാസ സംബന്ധമായ കാര്യമെങ്കിൽ മെത്രാപ്പോലിത്ത ഈ വിഷയം സിനഡിൽ കൊണ്ടുവന്ന് സിനഡിന്റെ ആലോചനയോടുകൂടി തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. ഇതാണ് 934 ഭരണഘടനയിൽ പറയുന്നത്. ചാണ്ടി ഉമ്മൻ സ്വയം അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തേണ്ടത് പുതുപ്പള്ളി പള്ളി മാനേജിംഗ് കമ്മിറ്റിയുടെ ചുമതലയാണ്. ഭദ്രാസന മെത്രാപ്പോലീത്തയ്ക്ക് പരാതി നൽകി മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണം. ഇത്തരം പ്രവൃത്തികളിൽ ചെന്ന് ചാടാതെ വരും തലമുറയെ ഉറപ്പിച്ചു നിർത്തുക എന്നത് സഭയുടെ ചുമതലയാണ്. വിമർശിക്കുന്നവർ ഇനി പറയൂ, ചാണ്ടി ഉമ്മൻ ചെയ്തു ശരിയോ തെറ്റോ? ചാണ്ടി ഉമ്മൻ സ്വന്തം മതവിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയാണ് വേണ്ടത്. അദ്ദേഹം ഒരു MLA ആണ്, ഒരു ജനപ്രതിനിധിയാണ്, ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാംഗമാണ്. അദ്ദേഹത്തിന്റെ പിതാവും അങ്ങനെയായിരുന്നു. ഹിന്ദുക്കളെ സൂചിപ്പിക്കാനായി ഇങ്ങനെയൊക്കെ ചെയ്താൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പുതുപ്പള്ളി മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് യാഥാസ്ഥിക ക്രിസ്ത്യാനികൾ ഏറെയുള്ള അവിടെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടാക്കില്ലേ? ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ മഹാനായ ഉമ്മൻചാണ്ടിയിൽ നിന്ന് മകൻ ഒന്നും പഠിച്ചിട്ടില്ല. ഒരു അമ്പലത്തിലോ മോസ്കിലോ തൊഴാതെയും നിസ്കരിക്കാതെയുമാണ് ഉമ്മൻചാണ്ടി ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വിശ്വാസം നേടിയെടുത്തത്, അവരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചത്. ക്രിസ്തീയ വിശ്വാസത്തിൽ മാത്രം അടിയുറച്ചു നിന്നാണ് ഉമ്മൻചാണ്ടി ജീവിച്ചത്. നാട്ടിലുണ്ടെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും കൃത്യമായി പുതുപ്പള്ളി പള്ളിയിൽ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരിക്കും. ആ വിശ്വാസത്തിന്റെ തീഷ്ണത ചാണ്ടി ഉമ്മൻ മനസ്സിലാക്കിയില്ലെങ്കിലും അത് മനസ്സിലാക്കിയവരാണ് മലങ്കര മക്കൾ. അതുകൊണ്ടാണ് മലങ്കര മക്കൾ ചാണ്ടി ഉമ്മനെ വിമർശിക്കുന്നത്. ചാണ്ടി ഉമ്മനെ ഏത് സഭയിലോ മതത്തിലോ വിശ്വസിക്കാം, അതിലൊരു തടസ്സവുമില്ല. പക്ഷെ 2 വള്ളത്തിൽ കാൽ ചവിട്ടരുത്, മൂടിടിച്ച് താഴെ വീഴും.